എന്താണ് മൈൻഡ് മാസ്റ്ററി മാജിക് പ്രോഗ്രാം? ഓക്കെ, അതൊരു ശരിക്കും ഭയങ്കരമായൊരു പേഴ്സണൽ ഇഫക്റ്റീവ്നെസ് പ്രോഗ്രാമാണ് മൈൻഡ് മാസ്റ്ററി മാജിക് എന്ന് പറയുന്നത്. നമുക്കിപ്പം സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? 4 ടൈംസ് പറ്റുമോ? 5 ടൈംസ് പറ്റുമോ? 10 ടൈംസ് പറ്റുമോ? ഈ മൈൻഡ് മാസ്റ്ററി മാജിക്കിനത് നമ്മൾ എയിം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ നമ്മോട് നിൽക്കുന്ന നമ്മുടെ ഒരു പേഴ്സണൽ വർക്ക് ഔട്ട്പുട്ടിൻ്റെ 10 ടൈംസ് കൊണ്ടുവരണം. ഇത് നമുക്ക് ഓഫീസിലുള്ളവർക്കും നമ്മുടെ പാർട്ട്നേഴ്സിനും അഡൽട്ടായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഇതിനകത്ത് ആദ്യമേ ചെയ്യുന്നൊരു പാർട്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ട് ആദ്യമേ ചെയ്തിട്ട് വരുവാണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നൊരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷ്, എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വലിയ വിഷ്ഫുള്ളായിട്ടുള്ള 100 കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടത്തില്ല. ചിലപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കുകയോ ഗൂഗിളിൽ നോക്കുകയോ ഇല്ലെങ്കിൽ ChatGPT-യിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടും. ഈ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ ഒരു ഹോളിവുഡ് മൂവി തന്നെയുണ്ട്, വണ്ടർഫുൾ മൂവി. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അതിന് പോയില്ലല്ലോ. അപ്പം എൻ്റെയൊക്കെ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ എഴുതിയിരുന്നു. പിന്നെ സീ ബെഡിലൂടെ നടന്നു പോകണം, അത് ചെയ്തു. ഗ്ലൈഡറിൽ മുകളിൽ കൂടെ പറക്കണം, അത് നടന്നു. പിന്നെ പ്ലെയിനിൽ നിന്ന് ചാടണം, അത് നടന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, ഡിസ്നി വേൾഡുകൾ മുഴുവൻ കാണണം ലോകത്തിലുള്ള, അത് നടന്നു. അങ്ങനെ ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരുപാട് പേഴ്സണലൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടന്നു. പിന്നെ അതനുസരിച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ ഇതിലൊരു വിശ്വാസമായിരിക്കും ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ബക്കറ്റ് ലിസ്റ്റ് തീർന്നിട്ട് നമ്മൾ മരിക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിൽ ഒരുപാട് പേരുണ്ടാക്കുന്ന യു ക്യാൻ സെർച്ച് ഇൻ ഇൻ്റർനെറ്റ് ബക്കറ്റ് ലിസ്റ്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം, 100 ഐറ്റംസ്. അത് പിന്നീട് നമുക്ക് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ 100 ഐറ്റംസ് തന്നെ വേണം. അതാണ് നമ്പർ 1. നമ്പർ 2, നമ്മളുടെ പാഷന്, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ലൈഫ് പർപ്പസ്, മിഷന്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പരന്ന് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് അതാണ് ഇതാണ് ഇമ്പോർട്ടൻ്റ്, കൂടുതൽ ഇമ്പോർട്ടൻ്റ്, അപ്പോൾ കുറവുള്ളത് വെട്ടി അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഗോള് സെറ്റ് ചെയ്യണം. സെറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ ആകുക, സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് അത് നമുക്കിപ്പം ഹെൽത്തിനൊരു ഗോളാകാം, നമ്മുടെ വരുമാന ജീവിതമാർഗം വലിയ പ്രൊഫഷനൊരു ഗോളാകാം, സമ്പത്തിനൊരു ഗോളാകാം, അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ഭൗതികമായിട്ടുള്ള നമ്മൾ പഠിക്കുന്നതും അങ്ങനത്തെ ഒരു ഗോളാകാം. ഇനി അതേപോലെ നമുക്ക് റിലേഷൻഷിപ്പിലൊരു ഗോളാകാം, കുറച്ചുകൂടെ ഡെപ്തിലുള്ള റിലേഷൻഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പ്, ലൈഫ് പാർട്ട്ണർ, ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം. അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വൽ ഗോളും ആകാം, നന്മ ചെയ്യുന്നതിൻ്റെ ഇതൊക്കെയായിട്ട്. അപ്പോൾ അങ്ങനെ ഈ 6 മേഖലയാണ് മെയിനായിട്ട് ഗോൾ. ഞാൻ ഗോൾ സെറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും പെട്ടെന്ന് നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് അത് ഉപയോഗിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഗോളിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ആക്ടിവിറ്റി, അതിന് നമ്മളൊരു ജേണൽ എഴുതുക. അപ്പോൾ ഒരു 200 പേജിൻ്റെ ഒരു ബുക്ക്, നല്ല സ്റ്റാൻഡേർഡ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഗോൾ നോക്കിയിട്ട് ആ ഗോളിലേക്ക് പോകാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് വേണം, അത് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇങ്ങനെ 1 by 1 ഇങ്ങനെ എഴുതും. ചിലപ്പോൾ 600, 700, 1200 ഐറ്റമൊക്കെ കുറേ ദിവസം കൊണ്ട് ബുക്കിനകത്ത് വരും. ഈ ബുക്കാണ് നമ്മുടെ പ്രധാന ഗൈഡ്. ഈ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഡൂ ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഈ ഡൂ ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഒരു പ്രധാന കാരണം നമ്മൾ ഈ ഓരോ എഴുതിയേക്കുന്ന കാര്യത്തിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, യൂണിവേഴ്സലായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് $100 നമുക്ക് ലൈഫ് ടൈം അതുകൊണ്ട് നേട്ടം. ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നമുക്ക് പിന്നെ $1000. സി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നമുക്ക് $10,000. ഇനി ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് $1,000,000+ ആയിരിക്കും അതിൻ്റെ ഫ്യൂച്ചറിലുള്ള കോൺസിക്വൻസസ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ട് ഏറ്റവും കോൺസിക്വൻസസ് ഉള്ളത് നോക്കി തിരഞ്ഞെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഈ ദിവസം നാളത്തെ ദിവസം
ഇന്നേ നമ്മൾ ഡൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ജേണൽ നോക്കി, ജേണൽ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക, അടുത്ത ദിവസങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നുള്ള സ്ട്രാറ്റജീസാണ്, ലക്ഷ്യം എങ്ങനെ കൈവരിക്കണം എന്നുള്ള സ്ട്രാറ്റജീസാണ് നമ്മൾ എന്തിലെഴുതുന്നത്? അല്ല, ഈ ജേണലിനകത്ത് എഴുതുന്നത്. ചുമ്മാ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഇന്നത് ചെയ്യണം എന്ന് എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി ഗോള് നമ്മൾ ജേണൽ എഴുതി, ജേണലിൽ നിന്ന് ഡൂ ലിസ്റ്റ് എഴുതി, അതിൻ്റെ കൂടെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഒരു നെവർ ഡൂ ലിസ്റ്റ് എഴുതും. ഇനി ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കുറേ കാര്യങ്ങൾ, എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതായി, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പോയി, ആവശ്യമുള്ള കാര്യങ്ങളും മാത്രമായി. ഇനി നമ്മൾ ഡൂ ലിസ്റ്റ് എഴുതി വീണ്ടും മുന്നോട്ട് പോവുക. അവിടെ നമുക്ക് ഈ പേഴ്സണൽ എഫിഷ്യൻസി പ്രോഗ്രാം നമ്മൾ കുറേ ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത്. അവിടെ നമ്മൾ പിന്നെ പരിശീലിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ 80% 3 മോഡുണ്ട് മൈൻഡിന്. നമ്മൾ ഈ AC ഒക്കെ സ്വിച്ച്, കാറിൽ AC ഒക്കെ സ്വിച്ച് ഇടാന്ന്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഒരുപാട് പേര് ഈ പാസ്റ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് മോഡിൽ നമ്മൾ മൈൻഡ് ഇപ്പോഴും പ്രസൻറ്റിൽ പാസ്റ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് സംഭവിച്ചതൊക്കെ നമുക്ക് വീണ്ടും അനർത്ഥങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകത്തില്ല. ഫ്യൂച്ചർ മോഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്കും ഈ പറഞ്ഞതുപോലെ ഈ പ്രസൻറ്റിലൊന്നും കൈവരിക്കാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ ചില പറ്റുമായിരിക്കും, പക്ഷേ പ്രസൻറ്റിലൊന്നും. ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു വളരെ കുറച്ച് സമയം ഒരു പാസ്റ്റ് റെഫറൻസും ഒരു ഫ്യൂച്ചർ റെഫറൻസും, വളരെ കുറച്ച് സമയം, ലെസ് ദാൻ 5% ഓഫ് ദ ടൈം, 95% ടൈം നമ്മൾ മുടക്കേണ്ടത് പ്രസൻറ്റിലാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റിൽ കൊണ്ടുവെക്കുന്നത്? ആ ടെക്നിക്കാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ കഴിക്കുമ്പം ഇതെല്ലാം ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നുകർന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കഴിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ അപ്പോഴെല്ലാം പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മൾ മൈൻഡ്. അതിലേക്ക് വരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിറ്റേഷൻ്റെ നമ്മൾ പ്രധാനമായിട്ടും ശ്വാസത്തെ കേന്ദ്രീകരിച്ച്, അത് കഴിഞ്ഞ് ബോഡി സ്കാനിങ്, എല്ലാം പ്രസൻറ്റ് മൊമെൻറ്റിൽ. അങ്ങനെ ഒരു പരിശീലനം കിട്ടി. ഏതാണ്ട് 1 മാസം കൊണ്ട്, ചിലർക്ക് 6-7 ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ പ്രസൻറ്റ് കൂടുതൽ സമയവും 90% ടൈമും പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കാനായിട്ട്. അപ്പോൾ ഈ ദുഃഖങ്ങളെല്ലാം പോയിട്ട് ഹാപ്പിയാകും. കാരണം പ്രസൻറ്റ് മൊമെൻറ്റിനെ പവറുള്ളൂ. പ്രസൻറ്റ് മൊമെൻറ്റിന് മാത്രമേ നമുക്ക് നെക്സ്റ്റ് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, വാലിഡേ ഉള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത് പാസ്റ്റിലില്ല, ഫ്യൂച്ചറിലുമില്ല, പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. ഈ യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ കൊടുത്താലേ കിട്ടുമോ. പ്രസൻറ്റ് മൊമെൻറ്റിൽ കൊടുക്കണം. പ്രസൻറ്റ് മൊമെൻറ്റാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ പഠിക്കുക. സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണല്ലോ. അവിടെ നമ്മൾ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ നമുക്ക് ഹീലിംഗ്. കാരണം ചില ഹീലിങ്ങൊക്കെ ഇമോഷണൽ വൂൺസൊക്കെ ചെറുപ്പത്തിലുള്ളത് കാണും. ഇനി അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനകത്ത് ആ ഭാഗം വരുമ്പോഴത്തേക്കും ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ഭയങ്കരമാണ്. അപ്പോൾ അത് നമ്മൾ മെഡിറ്റേഷനിലൂടെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് സെൽഫ് കെയറിൽ കൊണ്ടുവന്ന്. അപ്പോൾ ഈ മെഡിറ്റേഷനെ വീണ്ടും പറയുമ്പോൾ മെഡിറ്റേഷൻ നമ്മൾ ജീനിനെ മാറ്റി വെക്കാം. ജീൻ തെറാപ്പി മെഡിറ്റേഷൻ കൊണ്ട് ചെയ്യാം. ലേറ്റസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡീസായി പറയുന്നത് ജീനുകളെ മാറ്റാനായിട്ട് പറ്റും. ക്രോണിക് ഡിസീസസുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഈ പെട്ടെന്ന് നമുക്ക് ഇതിലോട്ട് പോകാൻ ബ്രെയിൻ വേവ്സ് നമുക്ക് അഡീഷണലായിട്ട് ഉപയോഗിക്കാം. അത് മെഡിറ്റേഷൻ്റെ ഡെപ്ത് പെട്ടെന്ന് കൂട്ടും. പിന്നെ ഇനി വരുന്ന സംഭവമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ഇപ്പം ഞാൻ നേരത്തെ പറയാറുണ്ട്, ഡ്രൈവിംഗ് അറിയത്തില്ലാത്ത ആൾ കുറച്ച് ദിവസം ഡ്രൈവിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്ലച്ചും ഗിയറും എല്ലാം. അപ്പോൾ അതുവരെ ഒരു ഡ്രൈവറുടെ ബ്രെയിൻ ഇല്ല. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെയിൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡ്രൈവറുടെ ബ്രെയിനായി. അത് കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പൈലറ്റ് ആകാനായിട്ട് പോവുക. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ ഡയലെല്ലാം കണ്ട് പേടിച്ചു പോയി. പക്ഷേ ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ബ്രെയിനിലെ ആ ഇൻഫർമേഷൻ ഇങ്ങനെ പോയി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇഫക്റ്റിൽ അതിങ്ങനെ കണക്റ്റഡ് ന്യൂറോൺസായി ഒരു പൈലറ്റിൻ്റെ ബ്രെയിനായി മാറുക. അപ്പോൾ നമ്മുടെ ന്യൂറോ സയൻസ് പറയുന്നത് നമുക്ക് 97 വയസ്സിൽ നമുക്ക് വേറൊരാളാക്കി മാറ്റാം, വേറൊരു സ്കില്ല് നമുക്ക് പ്ലാൻ ചെയ്യാം, ഉള്ള സ്കില്ല് എടുത്ത് കളയാം. ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ടെക്നിക്ക് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ക്വാണ്ടം കണക്ഷൻ.
ക്വാണ്ടം കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോകം മുഴുവനും കണക്ട് ചെയ്യുന്ന ആ ഊർജ്ജ സ്രോതസ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഭയങ്കരമായിട്ടങ്ങ് കൂടും. ഈ വൈബ്രേഷൻ ലെവലിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരാളിൻ്റെ വൈബ്രേഷൻ അളക്കുകയാണെങ്കിൽ നമുക്ക് 20-ലൊക്കെയാണ് തുടങ്ങുന്നത്. ഹോസ്കിൻ സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലുണ്ട്. ഹോസ്കിൻ സ്കെയിലിൽ അളക്കുമ്പോഴത്തേക്ക് 20-ലാണ് തുടങ്ങുന്നത്. 20 സ്കെയിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഗിൽറ്റായിരിക്കും. ഓക്കെ, അപ്പം അത് മുതൽ 30, 40, 50, 100, 150, 175, 150 വരുമ്പോഴത്തേക്കും അവർക്ക് ആങ്കറായിരിക്കും. 150, 175 വരുമ്പോൾ ഭയങ്കര ഗ്രീഡ് വരും, പ്രൈഡ് ഇതൊക്കെ വരുന്നത്. 200 സ്കെയിലിൽ വന്നു കഴിഞ്ഞാലാണ് ന്യൂട്രൽ വരുന്നത്, നമുക്ക് രക്ഷപ്പെടണം, ഒരു എസ്കേപ്പ് വെലോസിറ്റി വരുന്നത്. പിന്നെ 300, 350, 300 വരുമ്പോഴത്തേക്ക് അച്ചീവ്മെൻറ്റ്, 400 വരുമ്പോൾ സൂപ്പർ അച്ചീവ്മെൻറ്റ് മോഡിലേക്ക് പോകും. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വർക്കിൽ പ്രൊഫഷണൽ അവർ 400 മുകളിൽ പോകും. 500 മുകളിൽ പോകുമ്പോൾ നമ്മൾ ലവ് ആണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ വരുന്നത്, ഭയങ്കരമായ ലവ് ആണ്. ഇനി നമ്മൾ 600, 700 വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ആൾക്കാർ ലോകത്തിൽ തന്നെ എടുക്കുമ്പോൾ 10 പേരിലൊക്കെ താഴെ കാണുള്ളൂ. ഈ പഠനം പറയുന്നതാണ്. ഇവിടെ പ്രസക്തമായ ഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഈ 200, 150 താഴെയുള്ള ആൾക്കാരൊന്നും ഈ ഇങ്ങനത്തെ പ്രോഗ്രാമിന് വരത്തില്ല. നിങ്ങളെ ഇവിടെ നിന്ന് എത്ര പ്രാവശ്യം വിളിച്ചാലും ആരൊക്കെ വിളിച്ചാലും നിങ്ങളുടെ ലെവല് 200 താഴെയാണെങ്കിൽ അങ്ങോട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഈ പ്രോഗ്രാമിന് വരത്തില്ല. കാരണം ഇത് 1 ഡേ പ്രോഗ്രാമാണ്, രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നു. എന്തുമായാലും എന്തുവാണ് ഈ നമ്മുടെ എഫിഷ്യൻസി ഇത്രയും കൂട്ടാം, നമ്മുടെ വൈബ്രേഷൻസ് 400-ലേക്ക് മുകളിൽ കൊണ്ടുപോകാം, 10 ഇരട്ടി നമുക്ക് പിന്നെ റിസൾട്ട് കൊണ്ടുവരാം. അവർ വരത്തില്ല. ഇവർ 200-ന് മുകളിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ചേഞ്ച് മാറണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഈ 85% 200-ൽ താഴെയാണ്. അപ്പോൾ 200-ന് മുകളിലുള്ള ആൾക്കാർ 15% ഉള്ളൂ. ഓക്കെ, ഈ 15%-ൻ്റെ കയ്യിലാണ് ലോകത്തെ മാറ്റങ്ങളെല്ലാം ഇരിക്കുന്നത്. ഈ 15%-ൻ്റെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പിന്നെ ആ 15%-ൽ പെടുന്ന, പിന്നെ നമ്മൾ പിന്നെ വീണ്ടും കൂട്ടുവാണ് 400-ഒക്കെ മിനിമം വരും. അപ്പോൾ അവിടെ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ക്വാണ്ടം കണക്ഷൻ ടെക്നിക്സൂടെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇനോർമസ് ആയിട്ടങ്ങ് കൂടും. ലിമിറ്റിംഗ് ബിലീഫ്സൊക്കെ എടുത്ത് പൊക്കം വിടും പോകും അതോടുകൂടി. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റിംഗ് ഗോ ഓഫ് ദി പാസ്റ്റ് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്സ് കംപ്ലീറ്റ്ലി അതെടുത്ത് കളയണം, ഓപ്പൺ മൈൻഡോടുകൂടി. സോ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ്, ചോയ്സസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെമ്മറി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. പിന്നെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പോസിബിലിറ്റീസ്. അപ്പോൾ ഈ മൈൻഡ് മാസ്റ്ററിക്കകത്തെന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ട് നമ്മളൊരു ഡ്രൈവിങ് പഠിച്ചിട്ടൊരു വണ്ടി പെർഫെക്റ്റായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന പോലെ പഠിക്കുക. പക്ഷേ ഈ മൈൻഡ് മാജിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പേഴ്സണൽ എഫക്റ്റീവ്നെസ് 10 ടൈംസ് ആക്കുക എന്നുള്ളതാണ്, വൈബ്രേഷൻ വല്ലാതെ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ മറ്റേ ഇത് രണ്ടും നമ്മൾ യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ലാത്ത കോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ കോൺഷ്യസ്നസ് ലെവല്, അപ്പോൾ ഈ ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പമുള്ള കോൺഷ്യസ്നസ് ആണെങ്കിൽ അത് 20, 30, 50 എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പമുള്ള കോൺഷ്യസ്നസ് ആണെങ്കിൽ നമ്മൾ ഇത് വളർത്തി കഴിയുമ്പോഴത്തേക്ക് അത് പിന്നീട് ഒരു ഓറഞ്ചിൻ്റെ വലിപ്പമാകുന്നു. ആ കോൺഷ്യസ്നസ് വീണ്ടും കൂടിയൊരു തണ്ണിമത്തൻ്റെ വലിപ്പമാകുന്നു. അത് വീണ്ടും കൂടിയൊരു വീടിൻ്റെ വലിപ്പമാകുന്നു. അത് വീണ്ടും കൂടിയൊരു പ്രദേശത്തിൻ്റെ വലിപ്പമാകുന്നു. ഇങ്ങനെ നമുക്ക് ഈ കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നടക്കുന്ന ഈ കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ മെത്തേഡ് അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായത്തോടെ മെഡിറ്റേഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡിൻ്റെയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയും റോള്, അപ്പോൾ നമുക്ക് നമ്മളുടെ ഐഡൻറ്റിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറി, പിന്നെ മെൻ്റൽ ഹൈജീൻ ആൻഡ് ഓപ്റ്റിമിസം, വേണ്ടാത്ത ഒന്നും തലയിൽ വെക്കാതെ. അപ്പോൾ ഈ എന്തുകൊണ്ട് ഞാൻ പത്രം വായിക്കണ്ട എന്ന് പറയുന്നെങ്കിലും TV കാണണ്ട എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ വന്ന് കയറും. അത് സംഭവിക്കരുത്.
അപ്പോൾ അങ്ങനെ നമ്മൾ മെൻ്റൽ ഹൈജീൻ കീപ്പ് ചെയ്യണം. നമുക്ക് എതിരെയുള്ള ലക്ഷ്യത്തിനെതിരെയുള്ള ഒരു ന്യൂസോ ഒരു ഇൻഫർമേഷനോ തലയിൽ കയറരുത്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം കാത്തുരക്ഷിക്കാനായിട്ട് പറ്റും. മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറ്റി. ഇതുകൂടാതെ നമ്മൾ ഈ സെൽഫ് ലവ് ഇതിനകത്ത് വളരെ, ഇപ്പോൾ സെൽഫ് ലവിനെ നമ്മൾ അതിനെന്താണോ നമുക്ക് ബാരിയേഴ്സ് അതിനെ മാറ്റി അതിൻ്റെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് റിസൾട്ട് വരരുത്. സെൽഫ് ലവ് എൻഹാൻസ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ സ്ട്രെസ്സ് മാനേജ്മെൻറ്റ് നടക്കും. പിന്നെ ഈ മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കണ്ണും കാതും മൂക്കും തൊക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ എടുത്ത് അതനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിച്ച്, ഇപ്പം ഒരു സിംഹം ഇല്ല കടുവ മുന്നേ വരുന്ന കാണുമ്പോഴത്തേക്കും കണ്ണിൽ കയറി അത് കോർട്ടെക്സിൽ പോയി, വിഷ്വൽ കോർട്ടെക്സിൽ പോയി, അത് ഹൈപ്പോതലാമസിൽ വന്നത് ഭയങ്കര അപകടമാണെന്ന് അപ്പം തന്നെ നമുക്ക് ബ്ലഡ് അങ്ങോട്ട് റഷ് ചെയ്യിക്കുകയാണ് സെക്കൻഡ്സിനകത്ത്. അതിന് വേണ്ടിയിട്ട് കെമിക്കൽ പുറത്തോട്ട് വരുവാണ്. അപ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ ബ്ലഡിൽ വന്നു. ഉടനെ ചങ്കിടിക്കുന്ന സ്പീഡ് കൂടി. അപ്പോൾ ഈ ബ്ലഡിൻ്റെ ഇപ്പം നമ്മൾ ഹോസൊക്കെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി കഴുകുമ്പോൾ അത് തെന്നി അകലെ പോകുന്നത് പോലെ ബ്ലഡിൻ്റെ സ്പീഡ് ഭയങ്കരമായിട്ടങ്ങ് കൂടി. അത് കൂടാനായിട്ട് പെട്ടെന്ന് മാറ്റം കൊണ്ടുവന്ന 2 കെമിക്കൽ ബോഡിയിൽ കയറിയതുകൊണ്ട് അത് കിക്കിൻ ചെയ്തത് സിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തെ കിക്കിൻ ചെയ്തു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം തീർന്നു കഴിയുമ്പോൾ അത് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം, ഗാബ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തിക്കുമ്പോൾ ഇത് പതിയെ കുറയാൻ തുടങ്ങും. കുറഞ്ഞ് നോർമലാവും. ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ മനസ്സിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരീരത്തിനകത്ത് ഭയങ്കരമായ രാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്രതിപ്രവർത്തന മോഡ്, റിയാക്ഷൻ മോഡിലാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒന്നും എല്ലാം കട്ട് ഓഫ് ചെയ്യും. ഇൻഫർമേഷൻ കട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനകത്തുള്ള പ്രതിപ്രവർത്തനങ്ങൾ മുഴുവനും സ്റ്റോപ്പാവും. സ്റ്റോപ്പായി ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒട്ടും 0 പ്രതിപ്രവർത്തനത്തിലേക്ക് വരുവാണ്. അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൂടെ പ്രതിപ്രവർത്തനം സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സ് അത് ബോഡിയിലോട്ട് ഹാംഫുള്ളാകുന്നില്ല. അത് ഭയങ്കരമായ സ്വഭാവത്തെ മാറ്റും, ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രെസ്സ് മാത്രമല്ല ബിഹേവിയർ മാറും. അവരുടെ എക്സ്പെക്റ്റേഷൻ, പെർസ്പെക്റ്റീവ്, ലൈഫിലെ മീനിങ്, അവർ അക്നോളജ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അതൊരു അവയർനെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങും, ജോയ്ഫുള്ളാകും, പേഴ്സണൽ ഗ്രോത്ത് ഒരുപാട് കൂടും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പേഴ്സണൽ സക്സസ്സിന് ഉപയോഗിക്കേണ്ട അഫർമേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ എടുത്ത് ഇപ്പോൾ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി വേറെ ഞാൻ ചെയ്യുന്നത് ഒരു ടെലഗ്രാം ചാനലിൽ ആഡ് ചെയ്യുക. അതിനകത്ത് കുറേ വീഡിയോസും കുറേ ബുക്കുകളും മറ്റു സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതും കൂടാതെ ഈ കോഴ്സ് ഓൺലൈനിൽ കിട്ടും. ഇപ്പം നമ്മുടെ ഇപ്പം ഈ പ്രോഗ്രാം ഓൺലൈനിൽ കിട്ടും. അപ്പം ഈ നേരിട്ട് ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്കാണ് ഓൺലൈനിൽ കിട്ടുന്നത്. ഓൺലൈനിൽ കിട്ടുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് നേരിട്ട് ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാം. ഈ ക്ലാസ് കഴിഞ്ഞ് പോയാലും പുറകോട്ട് പോയി പല തിയറീസ് അവർക്ക് ഇത് ചെയ്യും. ആ തിയറീസ് പലപ്പോൾ അവർക്ക് നെറ്റിനകത്തൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അതിനെ മറ്റു പല വേർഷൻസൊക്കെ അവർക്ക് കണ്ടെത്താനും അതിൽ തറോ ആകാനും പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെൽത്ത് ഇല്ല മണി വർദ്ധിപ്പിക്കണം, ഹെൽത്ത് ബെറ്റർ ആക്കണം, ഹാപ്പിനെസ് കൂട്ടണം, സക്സസ് വരുത്തണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ മൈൻഡ് ബോഡി ആൻഡ് എനർജി കണക്ഷൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകും നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രപഞ്ചവുമായിട്ടും എല്ലാ വ്യക്തികളുമായിട്ടും നമ്മളൊരു ഇൻ്റർ കണക്റ്റഡ്നെസ് മോഡിലേക്ക് വരും. നമ്മൾ മാത്രമല്ല, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതീന്ദ്രിയമായി അറിയാനായിട്ടുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ ഗോളിലേക്ക് എത്താനുള്ള ഹാബിറ്റ്സ്, സക്സസ്സിനുള്ള വഴികൾ, പിന്നെ എല്ലാ ദിവസവും ജേർണലിങ്ങിലൂടെ നമ്മൾ പുതിയ സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് എഗെയിൻ വീണ്ടും പേഴ്സണൽ ഗ്രോത്ത് വരിക, ഗുഡ് ഹാബിറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ജേർണലിങ്ങിനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആഡ് ചെയ്യാനായിട്ട് ഇൻറ്റ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഈ തോട്ട്സ് ഇങ്ങനെ കൊടുത്ത് അപ്പോൾ അവിടെ നമുക്ക് ഈ മൈൻഡിൻ്റെ സ്പിരിച്വാലിറ്റി കൂട്ടാൻ സ്പിരിച്വൽ റൂൾസുകൾ നമ്മൾ അതിനകത്ത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ള വെൽത്ത്, ഓക്കെ, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ന്യൂറോ പാത്വേ ഉണ്ടാക്കാനായിട്ട് ന്യൂറൽ ഫോഴ്സിനെ ഉപയോഗിക്കുന്നത്. മണിയെ നമ്മളെപ്പോഴും ഇതിനകത്തൊരു വെഹിക്കിളായിട്ടാണ് കാണുന്നത്.
ലക്ഷ്യങ്ങൾ പലതും നേടാനായിട്ടുള്ളൊരു വെഹിക്കിളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്പെഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിളായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്കേഴ്സിറ്റി വരത്തില്ല. ഇവിടെ നമുക്ക് ഒരു ബെറ്റർ മൈൻഡ് സെറ്റാണ്. എന്നൊക്കെ ഈ ഫിയർ എല്ലാം അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഓബ്സ്റ്റക്കിൾസ് പോകും. നമുക്ക് അതോടുകൂടി നമ്മുടെ ഈ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ മാറ്റിയിട്ട് പോസിറ്റീവ് തിങ്കിങ്ങിനകത്ത് തന്നെ കിടക്കാൻ പറ്റും. നമുക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം കടം തീരുമല്ല, പക്ഷേ കടം തീരാനുള്ള തോട്ട് വന്ന് കടം അലിഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഒരു മനുഷ്യൻ്റെ രൂപം ഉപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. നമ്മൾ കടലിലേക്ക് എടുത്തിട്ട് എന്ത് പറ്റും? അത് അലിഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ കടങ്ങളൊക്കെ അലിഞ്ഞു പോകും. അപ്പം നമ്മുടെ ഒരു സ്പിരിച്വൽ ആൻസേഴ്സ് കിട്ടും നമ്മുടെ ഡിഫിക്കൽട്ടീസിന്. പിന്നെ നമ്മളിതിനകത്ത് ചില ലൊക്കേഷൻ വെച്ച് നമ്മളെ ആങ്കർ ചെയ്യും, ചില തോട്ട് വെച്ച്, ചില ഇമേജ് വെച്ചിട്ടൊക്കെ ആങ്കർ ചെയ്യും. പിന്നെ നമ്മളിതിനകത്ത് ഒരു പ്രോസ്പെരിറ്റി റൂൾസ്, അബണ്ടൻസ്, ഇതെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ അവയർനെസ് കൂടിയതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഗുഡ് എനർജി ഇങ്ങനെ എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലാണ് 95%. അത് നമുക്ക് ഒരു സ്പിരിച്വലി ലിങ്ക്ഡ് മൈൻഡ് സെറ്റാണ് മണിയായിട്ട്. ഈ മണി എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വാലിറ്റി ആയിട്ട് നമുക്ക് മാറും. അതൊരു വാക്വം ലോസ് ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആ വാക്വം അവിടെ ഉണ്ടാകണം. അപ്പോൾ നമുക്കവിടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നോക്കി നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം എംഫസൈസ് ചെയ്ത് അതിനാവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ, സെൽഫ് അവെയർനെസ്സിലുള്ള അവെയർനെസ് വീണ്ടും പല ഡയമെൻഷനിലുള്ള അവെയർനെസ് വരുന്നു. അപ്പോൾ അത് നമുക്ക് എപ്പോഴും സക്സസ്സിലേക്ക് പോകാനായിട്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതുപോലെ നമുക്കതൊരു വലിയൊരു പേഴ്സണൽ പ്രൊഫഷണൽ ഗ്രോത്തിലേക്ക് പോകുമായിരിക്കും. ഇതെപ്പോഴും നമുക്ക് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കെല്ലാം ചേരുന്ന രീതിയിൽ ബ്രെയിൻ ആക്കി മാറ്റുക. പല കാര്യങ്ങൾ നേടണമല്ലോ, ആ ഗോളിൽ നേടാൻ പറ്റിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതിനനുസരണമാക്കി പ്രോഗ്രാമിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തെടുക്കുമ്പോൾ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചെന്നാൽ നമുക്കൊരു സെറ്റ് തോട്ടിൽ നിന്നും എല്ലാം, അപ്പോൾ അത് മാറിപ്പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ക്ലിയർ സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാവും. ഓക്കെ, ഒരു മാസ്റ്ററി മെൻറ്റാലിറ്റി, സ്കില്ലും അതുപോലെ തന്നെ നോളജും ഒന്നിച്ച് ചേരണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു ഒരു ലേണിംഗ് മോഡിലേക്ക് നമ്മൾ, പിന്നെ നമ്മൾ ഓരോ എതിര് ലോസ് വന്നിട്ടുള്ളതെല്ലാം നമ്മളവിടെ നേടിയിട്ടുള്ള വിസ്ഡം എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ചേഞ്ച് എപ്പോഴും വെൽക്കം ചെയ്യുന്നത്, ഇത് പറയും, ഇതിനും ചേഞ്ച് വേണം, എല്ലാത്തിനും ചേഞ്ച് വേണം. ആക്സെപ്റ്റിംഗ് ചേഞ്ച് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ മെൻ്റൽ ഗ്രോത്ത് അതനുസരിച്ച്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ലൈക്ക് മൈൻഡഡ് ആൾക്കാരുമായിട്ട് ഇൻ്റർ കണക്റ്റഡ്നെസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പരിചയപ്പെടേണ്ട, ഈ പലരുമായിട്ട് നമ്മൾ ഒരു സെറ്റിലായിത്തീരും. അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സായിട്ട്, ഇതിപ്പം 1 ഡേ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഈ ലേണിങ്ങിൽ നോക്കി വീണ്ടും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മാനിഫെസ്റ്റേഷൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പി വരും. കാരണം ഞാൻ ആഗ്രഹിച്ചത് നടന്നു, എഴുതി വെച്ചത്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇൻറ്റൻഷൻസ് എന്തൊക്കെയാണോ അത് നടക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും നമുക്ക് ഉടനെ തന്നെ റെസീലിയൻസ് ഒക്കെ വളരെ ക്വിക്കായിരിക്കും. അപ്പോൾ നമുക്ക് അത് എപ്പോഴും ഒരു റിലാക്സ്ഡ്, ഒരു ജോയ്ഫുള്ളായിട്ട് നമുക്കൊരു എസ്റ്റസിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരാളാക്കി നമ്മളെ മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഹാബിറ്റും ബിഹേവിയറും, അപ്പോൾ നമുക്ക് ടീം വർക്കിന് കൊള്ളാം, ലീഡർഷിപ്പിന് കൊള്ളാം, അതുപോലെ തന്നെ നമുക്ക് പരാജയങ്ങളെ ഭയമില്ലാതാകാം, ഒരു ഡേഞ്ചേഴ്സിനും ഭയമില്ല. ഇതിന്നെല്ലാം നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരു എസ്കേപ്പ് വെലോസിറ്റി ആർജിക്കും. നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ശൂന്യാകാശത്തേക്ക് പോകുന്നതിൻ്റെ സ്പീഡ് 25,000 കിലോമീറ്ററിന് മുകളിലായി കഴിയുമ്പോഴാണ് പെർ അവറിൽ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയാണ്, റോക്കറ്റൊക്കെ അങ്ങനെയാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് വരും. അപ്പോൾ നമ്മൾ വളരെ ബ്രേവറി വരും. പിന്നെ ഈ സയൻസ് ഓഫ് ലക്ക്, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴേ ലക്കുള്ളൂ. ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ്, ഓപ്പർച്യൂണിറ്റി വന്നാൽ എന്താ കാര്യം ഇരിക്കുന്നത്? സോ അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് ഓഫ് ലക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കാൽക്കുലേറ്റഡ് റിസ്ക് റിസ്കിനെ വളരെ കാൽക്കുലേറ്റ് ചെയ്തെങ്ങനെയാണ്. പിന്നെ നമ്മളൊരു
എപ്പോഴും കണക്റ്റഡാണ്. ഇൻ്റർ കണക്റ്റഡ്നെസ് ഇൻ ദ ഫാബ്രിക് ഓഫ് കോസ്മോസ്, പ്രപഞ്ചത്തിൻ്റെ ഒരു ലിങ്കായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ദ യൂണിവേഴ്സ് ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. പിന്നെ തന്നെ ചെയ്യുന്നതിനെല്ലാം ഭയങ്കര റിസൾട്ട് വരുമല്ലേ, ഭയങ്കര സ്മാർട്ടായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അബ്സല്യൂട്ട് സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ ടോട്ടലി ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിതൊരു 1 ഡേ പ്രോഗ്രാമാണ്. രാവിലെ 9 o'clock തുടങ്ങിയിട്ട് വൈകിട്ട് 9 o'clock വരെ. അപ്പോൾ ബൈ ദ ടൈം നിങ്ങൾ ഇതെങ്ങനെയാണ് ഈ ഗോളൊക്കെ സെറ്റ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട്. ആ ഗോളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ അവിടെ വന്ന് നമുക്ക് സമയം പോകില്ല. ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെറുതെ സമയം പോകത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ ദിവസങ്ങളിങ്ങനെ കടന്നു പോകും തോറും നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള അഡ്വാൻറ്റേജ്, അപ്പോൾ നമ്മൾ ടോട്ടലി ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ചെയ്യുമ്പം നമുക്ക് ഈ 10 times ഒന്നും അല്ല ഔട്ട്പുട്ട്, 10 അല്ല 20 അല്ല, അതിൻ്റെ മുകളിലേക്ക്. അപ്പം അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 200-ലൊക്കെ കിടന്ന എനർജി മുകളിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്, അബ്സല്യൂട്ടായിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഏതായാലും ഇതൊന്ന് വന്ന് നമുക്ക് മൈൻഡ് മാസ്റ്ററിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മൈൻഡ് മാസ്റ്ററുടെ ഭാഗമാണെന്ന് വിചാരിക്കരുത്, കാര്യമായ ഒരു ബന്ധവുമില്ല. ടോട്ടലി ഡിഫറെൻറ്റ് സയൻസാണ്. അപ്പോൾ നമുക്കിത് ഏതായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഓൾ ദ ബെസ്റ്റ്.